ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോ വിത്ത് പാറു. ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫോർത്ത് അലോട്ട്മെൻറ്റിനെ പറ്റിയും അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിനെ പറ്റിയും പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, ഇതുവരെ ഒരു അലോട്ട്മെൻറ്റും കിട്ടാതെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയ കുട്ടി എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടിക്ക് ആ കോളേജ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ ഒരു കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി ഒരു കുട്ടിക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, പക്ഷേ ആ കുട്ടിക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട, നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. BSc നേഴ്സിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി രണ്ടാമതൊരു കേസ് എന്ന് പറയുമ്പോൾ, തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. എന്നാലും കുറച്ചുകൂടി ഒരു ഹയർ ഓപ്ഷന് വേണ്ടി ഫോർത്ത് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു കോളേജ് കിട്ടി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ നമുക്കൊരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ചെന്ന് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. മനസ്സിലായോ? അപ്പോൾ തേർഡിൽ നിങ്ങളൊരു കോളേജിൽ ചേർന്നു എന്ന് പറഞ്ഞാലും ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ പോയി ചേർന്നേ പറ്റൂ. കാരണം ഫോർത്ത് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടുമ്പോൾ തേർഡിൽ കിട്ടിയ കോളേജ് ഓൾറെഡി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. ഇനി ഒരു കുട്ടിയുടെ സംശയമായിരുന്നു, ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ ചേരുന്നില്ല, ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ചേർന്നില്ല എന്ന് കരുതി, കോളേജിൽ ചേർന്നില്ല എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആവില്ല. നിങ്ങൾക്ക് ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഒരു ഡൗട്ടായിരുന്നു, ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഓപ്ഷൻസ് ആഡ് ആൻഡ് റിമൂവ് ചെയ്താൽ മതിയോ? അല്ല, ഓരോ അലോട്ട്മെൻറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഓപ്ഷൻസ് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണം. എത്ര അലോട്ട്മെൻറ്റ് ഉണ്ടോ, അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് വരെ നമുക്ക് ഓപ്ഷൻസ് വീണ്ടും കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു. പകരം നമുക്ക് എന്താണ്, റിമൂവ് റീഅറേഞ്ചും ആയിരുന്നു ഓപ്ഷൻ. പക്ഷേ ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ വന്നിരിക്കുന്നത്, നമ്മൾക്ക് ഓരോ തവണ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോഴും നമ്മൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പുതിയതായിട്ട് കോളേജ് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്കറിയാം, പാരാമെഡിക്കൽ കോഴ്സ് ഇതിന് മുന്നേ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് പാരാമെഡിക്കൽ കോഴ്സിന് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, BSc നേഴ്സിങ്ങിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണ്ട. പക്ഷേ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ഒരു കാര്യം ഈ വർഷത്തെ വന്നിരിക്കുന്നത്, ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ ചെന്ന് നിങ്ങൾ ടോക്കൺ ഫീസും കൊടുത്ത് ഫീസും അടച്ച് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ ഒരു കണ്ടീഷനില്ല. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ കിട്ടിയ കോളേജിൽ നിങ്ങൾ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. പിന്നീട് എന്നോടൊരു ചോദിച്ച ചോദ്യമാണ്, ഇതെങ്ങനെയാണ് ഓരോ കോഴ്സിനും അഡ്മിഷൻ കിട്ടുന്നത്? ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ചുള്ള പാരാമെഡിക്കൽ കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാരാമെഡിക്കൽ കോഴ്സാണ് ആ കുട്ടിക്ക് വേണ്ടത്, പക്ഷേ അതിന് കിട്ടിയിരിക്കുന്നത് BSc നേഴ്സിംഗ് ആണ് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ. ഞാൻ ആദ്യമേ പറഞ്ഞു, അതായത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ. അതായത് ഇപ്പം BSc നേഴ്സിങ്ങും പാരാമെഡിക്കലും എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇപ്പം BSc നേഴ്സിങ്ങിന് മുൻഗണന കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ BSc നേഴ്സിങ്ങിൻ്റെ കോളേജ് 1 മുതൽ 10 വരെ വെക്കുക. ശേഷം നിങ്ങൾ ഏത് പാരാമെഡിക്കൽ കോഴ്സാണോ വെക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സിന് 11 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് കോഴ്സാണോ അതിന് 12 കൊടുക്കുക. ഇനി BSc നേഴ്സിംഗ് വേണ്ട, പാരാമെഡിക്കൽ മാത്രം ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ BSc നേഴ്സിംഗ് ഓപ്ഷനേ വെക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യും? BSc നേഴ്സിംഗ് കിട്ടും. അപ്പം നിങ്ങളെന്താണ്, BSc നേഴ്സിംഗ് വെക്കാതെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് മുൻഗണന ആദ്യം കൊടുക്കേണ്ടത് ആ കോഴ്സ് വെച്ച് വേണം വരാനായിട്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ്, കാരണം നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് അവർ തരുന്നത്. ഇതുവരെ പാരാമെഡിക്കലിന് കിട്ടാത്തവർ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതുവരെ കിട്ടാത്തവർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് പാരാമെഡിക്കൽ കോഴ്സിന് ഓരോ കോളേജിലും അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതെന്ന്. ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കോളേജസ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതൊക്കെ കോളേജിലുണ്ട് എന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട്
നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജ് ഓപ്ഷൻ 5th അലോട്ട്മെൻറ്റ് വരുമ്പോൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇപ്പം പാരാമെഡിക്കൽ കോഴ്സിനാണെങ്കിലും BSc നേഴ്സിങ്ങിനാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും. പാരാമെഡിക്കൽ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ഒരു ടോക്കൺ ഫീസ് മാത്രം അടച്ചാൽ പോരാ, നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. ഇനി നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാം. പക്ഷേ ഇപ്പോൾ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.